പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഒഴിയാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുന്നു. ചത്ത മീനുകൾ ശക്തമായ മഴയിൽ തോടുകളിലേക്ക് ഒഴുകി വരികയാണ്. കൈത്തോടുകളിലെ ജലവും മലിനമായി കഴിഞ്ഞു. ചത്ത മീനുകൾ വീടുകളിലേക്ക് കയറാതിരിക്കാൻ ഉറക്കമിളച്ച് കാവൽ നിൽക്കേണ്ട അവസ്ഥയിലായി അവിടുത്തെ ജനങ്ങൾ. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, അല്ലാത്ത കഷ്ടമാണല്ലോ. മീനെ സ്നേഹിക്കുന്ന നമ്മൾ തന്നെ മീൻ അകത്തോട്ട് കയറാതിരിക്കാൻ കാവലിരിക്കുക. വിവരങ്ങൾ പറയൂ. തീർച്ചയായും എസ്കെൻ, വരാപ്പുഴ അടക്കമുള്ള ഈ മത്സ്യം ചത്തുപൊങ്ങിയ സ്ഥലങ്ങളിലെ എല്ലാം ജനങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുരിതപൂർണ്ണമാണ്. ഈ മീനുകൾ ചത്തുപൊങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസമാകുന്നു. ഈ 3-ാം ദിവസം മഴ ശക്തിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഇന്നലെ രാത്രി ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് കൂടുതലായി കൂടുകളുള്ള മത്സ്യക്കൂടുകളുള്ള സ്ഥലങ്ങളിൽ ചത്തുപൊങ്ങിയ മീനുകൾ ശക്തമായ മഴയിൽ ഈ കൈത്തോടുകളിലേക്ക് കയറിയത്. അവിടെ നിന്ന് അത് വീടുകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഉറക്കം വിളിച്ചു കഴിഞ്ഞാണ് നാട്ടുകാർ ആ മീനുകളെ അവിടെ നിന്നും മാറ്റിയത്. ഇപ്പോൾ ഇവിടെയുള്ള പ്രദേശവാസികളടക്കം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രി വലിയ പ്രതിസന്ധിയായിരുന്നു ഈ മീനുകൾ ഒഴുകി തോടിലേക്ക്. അതായത് തോടുകളിലായിട്ട് കയറിയിട്ട് ആർക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല. എല്ലാവരും മണം സ്മെല്ല് കൊണ്ട് എല്ലാവരും വാലടിച്ചകത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ കോരി കളയാൻ പറ്റിയ ആൾക്കാരൊക്കെ കോരി കളഞ്ഞ് അത്രക്കേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെ ജീവിതമാർഗം പോയേക്കാണ്. ഇവിടെ തീരദേശങ്ങളിൽ എല്ലാവരും മത്സ്യകൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ചീനവലകളും ലക്ഷങ്ങൾ മുടക്കുന്ന വലകൾ കിട്ടേക്കണത്. കൂട് കൃഷിക്ക് തന്നെ ലക്ഷങ്ങളാവും. അതെല്ലാം അവരെല്ലാം ചെയ്ത് രാത്രി ക്യാമറ പോലും വെച്ചിട്ടാണ് ചെയ്തേക്കണത്. എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. എന്നിട്ടാണ് ഇത്ര നഷ്ടം വന്നേക്കണത്. എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ജീവിതമാർഗത്തിന് ഇനി മാർഗമില്ല. ഞങ്ങൾക്ക് വേറെ തൊഴിലറിയില്ല എന്നുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് എന്തെങ്കിലും തീരുമാനം ഞങ്ങൾക്ക് തരണം. എസ്കെൻ, ഇതാണ് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്, ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവർ നേരിടുന്നത്. ഈ നിൽക്കുന്നതെല്ലാം തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ്. ഇവർ ഇതുകൊണ്ട് മാത്രം ഉപജീവനം നടത്തിയിരുന്ന ആളുകളാണ്. അവരുടെ എല്ലാം ജീവിതം പ്രതിസന്ധിയിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊപ്പമാണ് വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കൂടി ഈ വരാപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ പോലും അസഹ്യമായ ഗന്ധമാണ് ഇവിടെ, ഒരു ദുർഗന്ധമാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ മണം സഹിച്ചാണ് ഇവിടെയുള്ളവർ രാത്രി കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സാഹചര്യം. ഇത് എന്ന് ഈ മീനുകളെയെല്ലാം, ചത്ത മീനുകളെയെല്ലാം ഇവിടെ നിന്ന് മാറ്റും എന്നുള്ളതിൽ ഇതുവരെയും ഒരു തീരുമാനവുമായിട്ടില്ല. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് കുട്ടി പറയും, നമ്മുടെ ഭാരതപ്പുഴയിൽ മണൽ വാരാതിരുന്നാൽ ഭാരത് മൈതാനിയായി ഇത് മാറും. അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യും. ലിജയ് ജോസ് ചെമ്പൻ അറിയിക്കുന്നൊരു കാര്യം, തൃപ്രയാറിലെ ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തുറന്നിട്ടില്ല. പല പ്രേക്ഷകരും പല സ്ഥലങ്ങളിലും മഴയുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ വാട്സാപ്പിലെ നമ്പറിൽ വന്നു തുടങ്ങി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ദൃശ്യങ്ങൾ അയക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം, ഇതെവിടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന്, ഇന്ത്യയിൽ തന്നെയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദൃശ്യങ്ങൾ അയക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ കൃത്യമായ സ്ഥലം രേഖപ്പെടുത്തണം. അതുപോലെ സമയം കൂടി രേഖപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഇതെപ്പോൾ ഷൂട്ട് ചെയ്തതാണ് എന്നുള്ളത്.